നമ്മുടെ നാട്ടിലൊക്കെ പൂരം അതുപോലെ നേർച്ച അതിന്റെയൊക്കെ ഒരു സീസൺ ആണ്. അപ്പൊ അതിന്റെ റിലേറ്റഡ് ആയിട്ട് തന്നെ ഒരുപാട് ടൈപ്പ് ആയിട്ടുള്ള റീൽസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രിവിലേജ് ആയിട്ട് കാണിച്ചു തന്നുള്ള ഒരു ഫെസ്റ്റ് ടൈപ്പ് ആയിട്ടുള്ള റീൽസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഉത്സവം അങ്ങനെയുള്ളൊക്കെ ഇതിന്റെയൊക്കെ റീൽസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു നാട്ടിൽ നടക്കണം ഇതേപോലത്തെ ഒരു ഫെസ്റ്റിന്റെ ഒക്കെ ഒരു അടിപൊളി റീൽസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി നേരെ ലേഖ കാര്യങ്ങളൊന്നും പഠിപ്പിക്കണില്ല, നേരെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. അപ്പൊ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് പറയുന്നത് SFX ടൈപ്പിലുള്ള ഈ ഒരു ഫെസ്റ്റിന്റെ റീൽസ് വീഡിയോസ് അല്ലാന്നുണ്ടെങ്കിൽ ട്രാൻസിഷൻ ടൈപ്പിലുള്ള റീൽസ് വീഡിയോസ് എങ്ങനെ ഈ ക്രിയേറ്റ് ചെയ്തെടുക്കാന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പൊ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും, അതുപോലെ തന്നെ വീഡിയോ ഞാൻ പക്ക ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ ചിലർക്ക് കേൾക്കുമ്പോൾ ബോറടിക്കും, എന്താണ് ഇങ്ങനെ വെച്ച് കിട്ടണമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെ തോന്നുന്നവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോന്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ കൂട്ടിയിടുക, അല്ലാന്നുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് പക്കായിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പീഡിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണാം. അപ്പൊ ഫസ്റ്റ് തന്നെ അത് പറയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് പറയുമ്പോൾ SFX അല്ലാന്നുണ്ടെങ്കിൽ ട്രാൻസിഷൻ ടൈപ്പിലെ റീൽസ് വീഡിയോസ് ആണ്. അപ്പൊ ഇതേപോലത്തെ റീൽസ് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്യൂട്ടോറിയൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ട് എല്ലാതും പാടി ഇങ്ങോട്ട് ആയി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു ടൈപ്പിലെ റീൽസ് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ മൈൻഡിൽ ഈ ഒരു ഓഡിയോ എവിടെ കൊടുക്കണം, ഈ ഒരു കട്ട്സ് എങ്ങനെ ചെയ്യണം, ഈ ഒരു ഡയലോഗ്സ് എവിടെ കൊടുക്കണം, ഇതൊക്കെ എവിടെ കൊടുക്കണം എന്നുള്ളതിന്റെ ഒരു ഐഡിയ നമ്മുടെ തലയിൽ ഉണ്ടെങ്കിൽ തന്നെയുള്ളൂ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു റീലിന് അതിന്റെ ഒരു ഔട്ട് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഈ ട്യൂട്ടോറിയൽ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ അങ്ങോട്ട് ആയി എന്നുള്ളതിന്റെ ഒരു ഇത് വരൂല. അപ്പൊ മാക്സിമം ഇത് എഡിറ്റ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാനേ വേണം. അപ്പൊ ഇത് ഓരോ ക്രിയേറ്റേഴ്സിന്റെയും ആ ഒരു ഐഡിയ എങ്ങനെ ഉണ്ടോ ആ ഒരു ഐഡിയ കാരണം അവരുടെ ആ ഒരു റീൽസിന്റെ ഒരു ഔട്ട് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ചിലർക്ക് ഇത് തുടക്കത്തിൽ കണ്ട് ചെയ്യുന്നവരൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ ചിലർക്കൊക്കെ ഇതിനെ പറ്റിയിട്ട് ചെറിയ ധാരണ ഉണ്ടാവും ഇത് എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. അപ്പൊ ഈ ഒരു രണ്ട് കൂട്ടർക്കും യൂസ്ഫുൾ ആവുന്ന രീതിക്കാണ് നമ്മളിത് വീഡിയോ ട്യൂട്ടോറിയൽ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ കാണാം. അപ്പൊ ഇതേപോലത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ യൂസ്ഫുൾ ആയിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക, കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടേക്കുക. എന്നാലും പെട്ടെന്ന് തന്നെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ സാധാരണ ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള SFX ടൈപ്പിലെ റീൽസ് വീഡിയോസിൽ എല്ലാത്തിലും യൂസ് ചെയ്യുന്ന ഒന്നാണ് പെട്ടെന്ന് ഓരോ ക്ലിപ്പുകൾ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് അതിലേക്ക് ചെറിയൊരു സൗണ്ട് എഫക്ട്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് അതല്ലാതെ ബാഡി കൊണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു വലിയൊരു സംഭവം പോലെ അങ്ങോട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ ഒരു റീലും കാണുമ്പോൾ. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യണത് അതെങ്ങനെ മേക്ക് ചെയ്തെടുക്കാന്നുള്ളതിന്റെ ഒരു വീഡിയോ ആണ്. അപ്പൊ സാധാരണ എല്ലാ SFX ടൈപ്പിലും അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ട്രാൻസിഷനിലും യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഓരോ സെക്ഷൻ ആയിട്ടാണ് പറഞ്ഞു തരിക. അപ്പൊ നിങ്ങൾ ആ ഒരു സെക്ഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് വെച്ചിട്ട് നിങ്ങളുടെ ഐഡിയ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഐഡിയ വെച്ചിട്ടാണ് പിന്നെ നിങ്ങൾ ആ ഒരു SFX ആയിട്ടുള്ള റീൽസ് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ഫെസ്റ്റിന്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. അപ്പൊ ഇനി ഇപ്പൊ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇപ്പൊ പല നാട്ടിലും ഇനി ഈ ഒരു ഫെസ്റ്റ് വരാൻ നിൽക്കണവരുണ്ടാവുക. അപ്പൊ ഇനി ഫെസ്റ്റ് കാര്യങ്ങളൊക്കെ വരാൻ നിൽക്കുന്നവരും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫെസ്റ്റ് കഴിഞ്ഞവരൊക്കെ വീഡിയോ എടുക്കുമ്പോൾ അവരെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. അപ്പൊ ആ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആ ഒരു റീലായിട്ട് എഡിറ്റ് ചെയ്ത ക്ലിപ്സ് എന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരിക. ഓക്കെ, അപ്പൊ അതിനായിട്ട് ഇപ്പൊ ഞാനിവിടെ ഗാലറി എടുത്തിട്ടുണ്ട്. അപ്പൊ ഗാലറിയിൽ അപ്പൊ എന്റെ ഈ ഒരു മ്യൂസിക് മ്യൂട്ടാക്കാരണം നമ്മൾ റീലിന്റെ ഒരു പ്ലേ ചെയ്യുന്ന ആ ഒരു ഭാഗം ചില ഭാഗത്തൊക്കെ മ്യൂട്ടാക്കാരണം നമ്മൾ മ്യൂസിക് ഫുൾ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അതുകൊണ്ട് ഞാൻ അത് മ്യൂട്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരിക. ഓക്കെ, ഈ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾക്ക് കാണാം പെട്ടെന്ന് ഓരോ ക്ലിപ്പുകൾ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇതിൽ ഈ ഒരു ഡോറ് തുറക്കണ സീന്, പിന്നെ അതില് ഈ ഒരു ക്യാപ്പിന്റെ സീന്, ഇതൊക്കെ ഓരോ വെറൈറ്റി ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ്. അപ്പൊ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഇതേപോലത്തെ കണ്ടന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി എക്സ്ട്രാ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന റീൽക്ക് നിങ്ങൾക്ക് ഒന്നുകൂടി അടിപൊളിയാക്കാൻ പറ്റും. അപ്പൊ ഇതിൽ ഒരുപാട് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള സീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പൊ ഈ ഒരു ഫൈറ്റ് ചെയ്യുന്ന സീൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതേപോലത്തെ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതേപോലത്തെ എക്സ്ട്രാ നിങ്ങളുടെ ഒരു സ്ക്രിപ്റ്റഡ് ലെവലിക്ക് നിങ്ങൾ വീഡിയോ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് എക്സ്ട്രാ നിങ്ങളുടെ റീലിലേക്ക് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ ഒരു പരിപാടിക്ക് ഇടയിൽ തന്നെ നിങ്ങൾക്ക് ഇതേപോലത്തെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് സീൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാം. അപ്പൊ ഈ ഒരു സ്ക്രിപ്റ്റഡ് കാര്യങ്ങളൊക്കെ ആ ഒരു ഷൂട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നത് കാരണം ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നവർക്ക് ഐഡിയ ഉണ്ടാവും എങ്ങനെ എഡിറ്റ് ചെയ്ത് എടുക്കേണ്ടത്. നമ്മൾ ആ ഒരു എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു പ്രോഗ്രാമിന്റെ ആ ഒരു ടൈമിൽ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അവനക്ക് ഐഡിയ ഉണ്ടാവും. അപ്പൊ ഓന്റെ ആ ഒരു മൈൻഡിൽ വെച്ചിട്ടാണ് ഇതേപോലെ ആ ഒരു പരിപാടിയുടെ ഇടയിൽ ഇതേപോലത്തെ സീൻസുകളൊക്കെ സ്ക്രിപ്റ്റഡ് ആയിട്ട് ഷൂട്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളത് അവരെ കൊണ്ട്. അപ്പൊ ഇത് ആ ഒരു എഡിറ്ററിന്റെ ഒരു കഴിവാണത്. അപ്പൊ ഇനി നിങ്ങൾക്ക് അടുത്തൊരു മെത്തേഡ് കാണിച്ചു തരാം.
അപ്പൊ ഇതിൽ ഞാൻ നിങ്ങൾക്ക് ആദ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ക്ലിപ്സ് ഇങ്ങനെ പെട്ടെന്ന് വരുമ്പോൾ SFXന്റെ സൗണ്ട്സ് ഒക്കെ കുറച്ച് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു സംഭവം പോലെയാണ് തോന്നുന്നത്. അപ്പൊ ആ ഒരു ഭാഗമാണിത്, ആ ഒരു സ്റ്റാർട്ടിംഗ് പോർഷൻ. അപ്പൊ നിങ്ങൾക്ക് അത് കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതിപ്പോ ചെറിയൊരു ഭാഗമാണ്. അപ്പൊ ഇതിനെ പോലത്തെ ഒരുപാട് മോഡൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതില് അപ്പൊ ഇങ്ങനെ ഒരുപാട് ക്ലിപ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതേ ഒരു മെത്തേഡ്ക്കാണ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വരുമ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഓരോ സെയിം കണ്ടന്റ് തന്നെ ഷൂട്ട് ചെയ്യാതെ, നിങ്ങളിപ്പോൾ ഒരു ആന വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ആനയുടെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആനയുടെ കുറച്ച് ഷോർട്സ് എടുക്കേണ്ട ഭാഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ജസ്റ്റ് നമുക്ക് കാല് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഒരു ഷോട്ട് എടുക്കുക. പിന്നെ ആനയ്ക്ക് ഒരു മാല ഉണ്ടാവും വലുത്, ആനയുടെ പേര് കൂട്ടിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു സെക്ഷൻ നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതേപോലത്തെ സെക്ഷൻ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അതിന് പറ്റിയിട്ടുള്ള സൗണ്ട് എഫക്ട്സ് നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളിങ്ങനെ റീൽസ് എഡിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു സൗണ്ട് എഫക്ട്സ് ആണല്ലോ അതിന്റെ മെയിൻ. അപ്പോൾ പിന്നെ ആനയുടെ സൗണ്ട്, പിന്നെ ആ ഒരു കൊട്ടുന്ന ഒരു ചെണ്ട അല്ലാന്നുണ്ടെങ്കിൽ ഡ്രമ്മോ, നിങ്ങൾ എന്താണോ നിങ്ങളുടെ പരിപാടിക്ക് കൊണ്ടുവരുന്നത് അതിന്റെ ഒരു സൗണ്ട്, പിന്നെ ഈ ഒരു കൊട്ടുന്ന ഈ ഡ്രം അങ്ങനത്തെ മാത്രമല്ല, വേറെ കുറെ ഊതുന്നുണ്ട്, അങ്ങനത്തെ കുറെ ഐറ്റംസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒക്കെ ഓരോ ക്ലോസപ്പ് ആയിട്ടുള്ള ഷോട്ട്സ് നിങ്ങൾ എടുത്തു വെക്കണം. പിന്നെ അടുത്തത് ആന ഇറങ്ങണ ഒരു സീനാണ്. അപ്പൊ അതിൽ ഞാൻ ചെറിയൊരു ആ ഒരു കാലിന്റെ ഇവിടുത്തെ ഒരു മൂവ്മെന്റ് ഉണ്ട്. ബാക്കി പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ സൂം ചെയ്യണുള്ളൂ. പിന്നെ ഈ കാലിന്റെ മൂവ്മെന്റ് ഉള്ള ഒരു പോർഷൻ ഞാൻ അവിടെ കട്ട് ചെയ്തെടുത്തു. പിന്നെ അടുത്തത് ബൈക്കാണ്. ബൈക്കിൽ നല്ല സീൻ ഉണ്ടോ നോക്കുക. അപ്പൊ ഞാൻ ഈ ഒരു സെക്ഷനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഒരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് നൈസായിട്ട് ഇങ്ങനെ കൈയിട്ട് കുലുക്കിയിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഓരോ ആക്ഷൻ ചെയ്തിട്ട് ഇങ്ങനെ അടുത്തേക്കും മേലേക്കും സൈഡിലേക്കും ഒക്കെ ആക്കിയിട്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വീഡിയോയിലേക്ക് നമ്മൾ ഇപ്പോൾ ക്യാപ്കട്ടിലാണ് എഡിറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ അതിലേക്ക് ചെറിയ ആനിമേഷൻ എഫക്ട്സ് കാര്യങ്ങളൊക്കെ കൊടുക്കും. പക്ഷെ ആ ഒരു ആനിമേഷനിൽ കൂടെ അല്ലാതെ നമ്മൾ കൈ നൈസായിട്ട് കുലുക്കി വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഷൂട്ട് ചെയ്യണതിൽ തന്നെ നമുക്ക് ചെറിയ ട്രാൻസിഷന്റെ പോലെ ഒരു ഫീല് തോന്നി, നമുക്ക് ആനിമേഷൻ എഫക്റ്റ് കൊടുക്കണ പോലെ. അപ്പൊ നിങ്ങൾ അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ കുലുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആകെ ഫോൺ ഇട്ടിട്ട് കുലുക്കല്ല, നമ്മൾ ചെറിയൊരു ആനിമേഷൻ പോലെ ഒരു ഷെയ്ക്ക് ചെയ്യണ പോലെ ഒരു കയ്യിലേക്ക് നമ്മളൊരു ഫോണിൽ ഇങ്ങനെ മൂവ്മെന്റ് കൊടുത്തിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലായിണ്ടാവും വിചാരിക്കണം. ഓക്കെ, പിന്നെ അടുത്തത് ഈ ഒരു പോപ്പർ പൊട്ടണ ഒരു ഇതാട്ടോ. ഓക്കെ, അപ്പൊ ഇത് ലാസ്റ്റ് ഷോട്ട് ആനയുടെ ഷോട്ട്. അപ്പൊ ലാസ്റ്റ് ഷോട്ടിന്റെ എൻഡ് ഷോട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കണില്ല, അത് ജസ്റ്റ് നമുക്ക് ഇവിടെ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് BGM ആഡ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ക്ലിപ്സുകൾ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത് നമ്മൾ ഇനി ചെയ്യണത് പറയുന്നത്, ഇനി ഒരു ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ക്ലിപ്സുകൾക്ക് സ്ലോമോ കൊടുക്കലാണ്. അപ്പൊ സ്ലോമോ പറയുന്ന ഓപ്ഷണൽ ആയിട്ടുള്ള സ്റ്റെപ്പാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക, സ്ലോമോ വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. അപ്പൊ ഞാൻ എന്തായാലും കുറച്ച് ക്ലിപ്സുകൾക്ക് ഒരു സ്ലോമോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ സ്പീഡ് പോയി ഗ്രാഫ് പോയിട്ട് ഞാൻ കൊടുക്കുന്ന സ്ലോമോ പറയുമ്പോൾ ഈ ഒരു ഗ്രാഫാണ് ഉണ്ടോ. അപ്പൊ ഈ ഒരു ഗ്രാഫാണ് ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ആഡ് ചെയ്ത ക്ലിപ്സുകൾക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രാഫ് ട്രൈ ചെയ്തൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗ്രാഫാണിത്. അപ്പോൾ നമുക്ക് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് നമ്മുടെ വീഡിയോയിലേക്ക് അവിടെ കിട്ടും. അപ്പൊ ഇതേപോലെ ഗ്രാഫ് ആഡ് ചെയ്തിട്ട് അത് സ്മൂത്ത് സ്ലോമോയിലേക്ക് ബെറ്റർ ക്വാളിറ്റി കൊടുത്തിട്ട് സെറ്റ് ചെയ്യാം. അപ്പൊ ഇത് എല്ലാവർക്കും ഇടയ്ക്ക് മാച്ച് ഉണ്ടായി വരൂല. അപ്പൊ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് തന്നെ നിങ്ങൾ കറക്റ്റ് പിന്നെ നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾ വേറെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഗ്രാഫുകൾ. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ കറക്റ്റ് ആയിട്ട് ആ ഒരു ക്ലിപ്സുകൾക്ക് ഞാൻ സ്ലോമോ കാര്യങ്ങളൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടല്ലോ, അപ്പൊ ഇതാണ് നമ്മളൊരു സ്ലോമോ കൊടുത്തതിന്റെ ആ ഒരു ഔട്ടായിട്ട് ഇപ്പൊ കാണുന്നത്. അപ്പൊ ഇനി അടുത്തത് നമ്മൾ ഇനി ചെയ്യണത് പറയുന്നത്, ഈ ഒരു വീഡിയോയിലേക്ക് നമ്മൾ എക്സ്ട്രാ ഒരു സൂം എഫക്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക ട്രാൻസിഷന് വേണ്ടിയിട്ട്. കാരണം നമ്മളൊരു വീഡിയോയിലേക്ക് നല്ലൊരു മൂവ്മെന്റ്സ് കയറി വന്നിട്ട് അതിലേക്ക് നല്ലൊരു ആകെ ഒരു സൗണ്ട് എഫക്റ്റുകൾ മിക്സ് ചെയ്ത ടൈപ്പിലുള്ള ഒരു ഭാഗമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് SFX റീൽസിന്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കീ ഫ്രെയിം വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ കീ ഫ്രെയിം വെച്ച് ചെയ്യണതിന് പകരമാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്, നിങ്ങൾ കയ്യിൽ ക്യാമറ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്ന പോലെ ഞാൻ നിങ്ങളോട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ അതിന് അങ്ങനെ ഷൂട്ട് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു കീ ഫ്രെയിമിന്റെ ആവശ്യം വരില്ല. അപ്പൊ ഇനി അങ്ങനെ ഷൂട്ട് ചെയ്യാത്ത ക്ലിപ്പുകളാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടതാണ്, ഈ ഒരു സ്റ്റാർട്ടിംഗ് കീ ഫ്രെയിം കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിക്ക് നിങ്ങൾ ആഡ് ചെയ്തുള്ള ക്ലിപ്പ് ഒന്ന് സൂം ചെയ്തിട്ട് ചെറിയതായിട്ട് നൈസിൽ ഒന്ന് അങ്ങോട്ട് ചെരിച്ചു കൊടുക്കുക. അപ്പൊ എല്ലാവരും ചെരിച്ചു കൊടുക്കണം എന്നില്ല,
ചിലത് വേണമെങ്കിൽ ജസ്റ്റ് സൂം മാത്രം കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ സ്റ്റാർട്ടിലും എൻഡിലുമാണ് നമ്മൾ കീ ഫ്രെയിം കൊടുത്തത്. അപ്പൊ ഈ സ്റ്റാർട്ടിലും എൻഡിലും അല്ലാതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കീ ഫ്രെയിം കുറച്ച് സെൻട്രൽ ഇട്ടിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് സൂം കൊടുക്കുക. അങ്ങനെ ചെയ്യാനും പറ്റും. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ ഒരു കീ ഫ്രെയിം വെച്ചിട്ട് ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതിൽ കണ്ടോ, ഞാൻ എൻഡിങ്ങല്ല കീ ഫ്രെയിം കൊടുക്കുന്നത്. സ്റ്റാർട്ടിൽ കൊടുത്തിട്ട് കുറച്ചുകൂടി ഫ്രണ്ടിക്ക് നീക്കിയിട്ട് പെട്ടെന്ന് ഞാൻ ഒന്ന് ആ കാലിന്റെ അങ്ങോട്ട് സൂം ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അടുത്തത് ബൈക്കിന്റെ സെക്ഷനാണ്. അപ്പൊ അതും ഞാൻ അതേപോലെ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് ഒന്ന് നൈസിൽ ചരിച്ചു കൊടുത്തു. ഇതിൽ ഞാൻ സ്റ്റാർട്ടിങ്ങത്തെ കീ ഫ്രെയിം ആണ് ഞാൻ ചെറുതാക്കി സൂം ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളൊരു കീ ഫ്രെയിമിന്റെ സെക്ഷൻ അവിടെ കഴിഞ്ഞു. ഇനി അടുത്തത് ഇപ്പൊ നമ്മൾ കൊടുത്ത കീ ഫ്രെയിം ഇനി സ്മൂത്ത് കീ ഫ്രെയിമിലേക്ക് മാറ്റിയെടുക്കലാണ്. അപ്പൊ അതിനായിട്ട് ഈ രണ്ട് കീ ഫ്രെയിമിന്റെ ഇടയിൽ പോവുക. എന്നിട്ട് ഈ ഒരു കീ ഫ്രെയിമിന്റെ അപ്പുറത്തെ ഗ്രാഫ് ഓപ്ഷൻ കാണാം. അതിൽ നിങ്ങൾക്ക് അവിടെ ഒരുപാട് മോഡൽസ് ഉണ്ട്. അപ്പൊ ഇതിൽ കുറച്ച് പുതിയ മോഡലായിട്ട് വന്നതാണ് ഈ ഫ്ലോ 3 എന്നൊക്കെ എന്നുള്ളത്. അതിൽ വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ജസ്റ്റ് ആഡ് ചെയ്യാം. ഫ്ലോ ആഡ് ചെയ്യുക, ഫ്ലോ 3. അപ്പൊ നിങ്ങൾ നോക്കി നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ ഒരു ഫസ്റ്റ് തന്നെ ഏസ് ഇൻ ഏസ് ഔട്ട് ഉണ്ട്, അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ ഇതിലെ ഈ ഒരു ഫ്ലോ 3 എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ഞാൻ ഈ ഒരു ഫ്ലോ 3 എന്നുള്ളതാണ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ആ ഒരു ക്ലിപ്സുകൾക്ക് ഇപ്പൊ കീ ഫ്രെയിമും കാര്യങ്ങളൊക്കെ കൊടുത്തു. എന്നിട്ട് ഇനി ഇപ്പോൾ ഉള്ള ഒരു ഔട്ട് കാണിച്ചു തരാം. കണ്ടോ, അപ്പൊ ആ ഒരു സെക്ഷൻ അവിടെ കഴിഞ്ഞു. ഇനി അടുത്തത് ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വല്ല കട്ട് ഔട്ട് ആനിമേഷൻ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. അപ്പൊ അതിനായിട്ട് ഞാൻ ഇനി അത് ചെയ്യാണ്. അപ്പൊ ഇതിൽ ഈ ഒരു ബോർഡിന്റെ ഒരു സെക്ഷൻ വരുന്നുണ്ട്, പിന്നെ ബൈക്കിന്റെ ഒരു സെക്ഷൻ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ് പോർഷൻ നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ട് ഒരു കട്ട് ഔട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ വീഡിയോ സ്ക്രീൻഷോട്ട് അടിച്ചു. ആഡ് ഓവറിൽ പോയി ഫോട്ടോസിൽ ഇതാ ഞാൻ ആ ഒരു ഇമേജ് ഇതിലേക്ക് കൊടുന്നു. എന്നിട്ട് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് പോവുക, കസ്റ്റമർ പോവുക. അപ്പോൾ എൻ്റെ ഈ ഒരു ക്യാപ്കട്ട് പറഞ്ഞാൽ ഒക്കെ കണ്ടെങ്കിൽ എനിക്ക് എല്ലാ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ എനിക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ക്യാപ്കട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ ബ്രോഡ്കാസ്റ്റ് ചാനൽ കയറുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ കയറുക. അപ്പോൾ അതിൽ ഞാനൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ഇൻട്രസ്റ്റിൽ ഒരു ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്യാപ്കട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അത് ചെയ്യണ അപ്പോൾ ആ ഒരു ക്യാപ്കട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മളൊരു റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് അതിൽ കസ്റ്റം റിമൂവർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്വിക്ക് ബ്രഷ് എടുക്കുക. എന്നിട്ട് ജസ്റ്റ് നമുക്ക് വേണ്ട ഭാഗം മാത്രം ഇങ്ങനെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇപ്പം ഞാനിവിടെ കറക്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അടുത്തത് നമ്മൾ സാധാ കട്ടൗട്ട് ആനിമേഷൻ ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ സ്റ്റാർട്ടിങ് നമ്മൾ ഒന്നാമത്തെ വീഡിയോ, ഇപ്പോൾ രണ്ടാമത്തെ വീഡിയോ നമ്മൾ സ്ക്രീൻഷോട്ട് അടിച്ച് കാണിച്ചാൽ ഇതേപോലെ സെറ്റ് ചെയ്യുക. അതിന് മുമ്പത്തെ വീഡിയോന്ന് കുറച്ച് പിന്നൊക്കെ ആക്കി വെക്കണ പോലെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡ്യൂറേഷൻ ഞാനൊരു 0.2 സെക്കൻഡാണ് വെക്കണത്. എന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് കീ ഫ്രെയിമിൽ വെച്ചിട്ട് നമ്മുടെ വീഡിയോ നൈസായിട്ടൊന്ന് സൈഡിലേക്ക് നീക്കി കൊടുക്കുക. സൈഡിലേക്ക് നീക്കിയിട്ട് നമ്മൾ ഒന്നാമത്തെ ഇപ്പോൾ ഈ ഒരു വീഡിയോ എന്നാണ് നമ്മൾ ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾ ഇതേപോലെ ഈ ഒരു രണ്ട് കീ ഫ്രെയിമിൻ്റെ ഇടയിൽ കൊണ്ട് വെച്ചിട്ട് മറ്റേ വീഡിയോക്ക് ഒരു കീ ഫ്രെയിം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കീ ഫ്രെയിമിൻ്റെ അവിടെ ചെന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ആ ഒരു വീഡിയോ ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. സൂം ചെയ്ത് കൊടുത്തിട്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് സൂം ചെയ്തിട്ട് ഇതേപോലെ നീക്കി കൊടുക്കുക. ഒരു മാറ്റം വന്നു കണ്ടോ, കണ്ടോ, ആ ഒരു ഭാഗം ഇപ്പം അവിടെ കിട്ടി.
അപ്പൊ ഇതേപോലെ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഇതിലൊക്കെ നിങ്ങൾക്ക് അതേപോലെ കട്ടൗട്ട് ആനിമേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഇപ്പൊ ഞാൻ എന്താ ഇവിടെ ഈ ഒരു ചാടി കളിക്കണമെങ്കിൽ ഇതേപോലെ ഒരു കട്ടൗട്ട് കൊടുക്കുകയാണ്. റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കസ്റ്റം റിമൂവൽ എടുത്തു. ക്വിക്ക് ബ്രഷ് പോയി വേണമെന്നുണ്ടെങ്കിൽ ഈ ബ്രഷിന്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അടിയിൽ. ഓക്കെ, ഇപ്പൊ നമ്മളോട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇയാളുടെ ചെണ്ട ഇതിൽ കട്ട് ചെയ്തതിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്കത് നൈസായിട്ട് മായ്ക്കാം. മായ്ച്ചു നമ്മൾ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നേരത്തെ നമ്മൾ ചെയ്ത സെയിം മെത്തേഡ് 0.2 ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, മറ്റേതിലും സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് ഫസ്റ്റ് കീ ഫ്രെയിമിൽ ഇതിപ്പോൾ ഏത് ഭാഗത്തുനിന്നാണ് വേണ്ടിച്ചാൽ അങ്ങോട്ട് ആക്കി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ സെൻറ്റർ കീ ഫ്രെയിം ആയിട്ട് മറ്റേ വീഡിയോയിൽ കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു കീ ഫ്രെയിമിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ സൂം ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് നീക്കി കൊടുക്കുക. കണ്ടോ? ഞാൻ ഇതിൻ്റെ ഒരു എൻഡിൽ കീ ഫ്രെയിം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇത് ഈ ഒരു കുറച്ചും കൂടി അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു സൂം. എന്നിട്ട് ഞാൻ അതിലേക്കൊരു ഫ്ലോ 3 കൊടുത്തു. ഇനി അടുത്തൊരു ആനയുടെ സെക്ഷൻ ഉണ്ട്. നമുക്ക് ഈ ആനയുടെ കൊമ്പ് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതൊരു കട്ടൗട്ട് പോലെ ചെയ്യാം. ഫോട്ടോയിൽ പോയി ആഡ് ചെയ്തു. റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കസ്റ്റം റിമൂവിൽ പോയി ക്വിക്ക് ബ്രഷ് എടുത്തിട്ട് ആനയുടെ കൊമ്പ് കൊണ്ട് കട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കറക്റ്റ് 0.2 അറേഞ്ച് ചെയ്യുക. ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക. സ്ക്രീൻ ആക്കിയിട്ട് സ്റ്റാർട്ടിലൊരു കീ ഫ്രെയിം എൻഡിലൊരു കീ ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് സ്റ്റാർട്ടത്തെ കീ ഫ്രെയിം വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ കൊമ്പിനെ സൈസ് ഒന്ന് കൂട്ടിയിട്ട് ഒന്ന് നൈസായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വെക്കാം. അപ്പോൾ ഇതിങ്ങനെ ഇറങ്ങി വന്നോളൂ. ഹലോ, പാല് പറഞ്ഞു. ഇനി അടുത്തത് ആനയുടെ കാലിൻ്റെ ഒരു ഭാഗമാണ്. ഈ ഒരു സെക്ഷൻ എടുക്കുക, സ്ക്രീൻഷോട്ട് അടിക്കുക. എന്നിട്ട് ഓവറിലെ ആഡ് ഫോട്ടോ പോയിട്ട് നമ്മൾ ആനയുടെ ഫോട്ടോ ആഡ് ചെയ്യുക. അത് കട്ട് ചെയ്ത് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കസ്റ്റം റിമൂവൽ എടുക്കുക. ക്വിക്ക് ബ്രഷ് പോയിട്ട് ആന കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തിട്ട് അത് ഫുൾ ഫിൽ സ്ക്രീൻ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതേപോലെ സ്റ്റാർട്ട് ചെയ്യുന്നു കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആനനെ ഏത് ഭാഗത്തൊക്കെ കൊണ്ടുവന്ന് അവിടേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ ആനയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ സൂം ചെയ്താണ് കണ്ടോ. ഇനി ആ ഭാഗം കഴിഞ്ഞു. ഇനി അടുത്തൊരു വണ്ടിയുടെ ഒരു സെക്ഷൻ. ഓക്കെ, അതവിടെ കഴിഞ്ഞു കണ്ടോ. ഞാൻ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് കൂടി പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ നമ്മൾ എല്ലാത്തിലും കൊടുത്തത് പറഞ്ഞാൽ കട്ടൗട്ട് ആനിമേഷൻസ് ആണ്. അപ്പോൾ ഒരു കട്ടൗട്ട് ആനിമേഷന് പകരം നമുക്ക് വേറെ ഒന്ന് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു ഇത് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ നമ്മൾ കൊടുക്കുന്നത് പറയുമ്പോൾ ഈ ഒരു ഭാഗത്താണ്. ഇത് വേണ്ട, ഈ ഒരു ഭാഗത്ത് ഈ ഒരു ബൈക്കും പിന്നെ ഈ ഒരു പോപ്പർ വരുന്ന ഭാഗത്തേക്ക് നമുക്ക് ഈ ഒരു ആനയുടെ കൊമ്പ് വെച്ചിട്ട് നമുക്കൊരു ഇപ്പോൾ സാധാരണ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചെറിയൊരു ഫിലിം വേണ്ട ഓവറിൽ ഇങ്ങനെ ഓരോ ക്ലിപ്പിലേക്ക് ഒരു മഞ്ഞ കളർ ലൈറ്റ് ഇങ്ങനെ പോകുന്നത്. അതിന് പകരം നമുക്കൊരു സബ്ജക്റ്റ് തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ആനയുടെ കൊമ്പ് തന്നെ സെലക്ട് ചെയ്തു. റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കസ്റ്റം റിമൂവിൽ പോയിട്ട് ക്വിക്ക് ബ്രഷ് പോയിട്ട് ആനയുടെ കൊമ്പ് കട്ട് ചെയ്തെടുത്തു. അതിൽ മാക്സിമം ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നമുക്ക് ട്രാൻസിഷൻ നമ്മൾ ആഡ് ചെയ്യുന്ന പോലെ സ്റ്റാർട്ട് കഴിഞ്ഞു കറക്റ്റ് വൈറ്റ് ബോക്സിൻ്റെ ഡീക്വരെ ലെവലിൽ ഇട്ട് കൊടുക്കും.
എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ സ്റ്റാർട്ടിൽ ഒരു കീ ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കൊമ്പിന്റെ ഇത് ഈ ഒരു സൈഡിലേക്ക് നീക്കി കൊടുക്കുക. എന്നിട്ട് അടുത്തത് കീ ഫ്രെയിമിനോട് പോയിട്ട് ഈ കൊമ്പിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് നീക്കി കൊടുക്കുക. കണ്ടോ? അപ്പൊ നമുക്ക് ആ ആനയുടെ കൊമ്പ് നമുക്കൊരു ട്രാൻസിഷന്റെ ഇതിന് പകരം കിട്ടും. കണ്ടോ? ഈ ഒരു കൊമ്പ് ഇങ്ങോട്ട് പോകുമ്പോൾ അടുത്ത ക്ലിപ്പ് കണ്ടോ? അപ്പൊ അത് നമ്മളവിടെ കഴിഞ്ഞു. ഇനി അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമ്മളൊരു ചെറിയൊരു മിനിമൽ ആയിട്ടില്ല ചെറിയൊരു ഷെയ്ക്ക് വിത്ത് ഒരു ഒബ്ലിക് ബ്ലർ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മോഷൻ ബ്ലർ എഫക്റ്റ് ആഡ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് അടുത്തത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് എല്ലാത്തിലും കൊണ്ടിട്ട് കൊടുക്കരുത്. അത് നിങ്ങൾക്ക് ഇതേപോലെ ഈ ട്രാൻസിഷൻസ് കാര്യങ്ങളൊന്നും നിങ്ങൾ ആഡ് ചെയ്യാത്ത ക്ലിപ്സുകൾക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റിയുള്ള ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഫക്റ്റ് വീഡിയോ എഫക്റ്റ് പോവുക, ഒബ്ലിക് ബ്ലർ എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒബ്ലിക് എന്ന് മാത്രം സെർച്ച് ചെയ്യുക. അതിൽ ഒരു 2-3-4 ഒബ്ലിക് ബ്ലറുകൾ ഉണ്ടാവും. അതിൽ ഈ ഒരു ബിൽഡിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഡ് ചെയ്യുക. എന്നിട്ട് അത് നമ്മൾ നേരത്തെ കൊമ്പ് വെച്ച രീതിക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒബ്ജക്റ്റ് പോയിട്ട് ആൾ വീഡിയോ കൊടുക്കുക. നടുവിലൊരു കീ ഫ്രെയിം, സ്റ്റാർട്ടിൽ കീ ഫ്രെയിം, എൻഡിൽ കീ ഫ്രെയിം. എന്നിട്ട് അതിലെ സ്റ്റാർട്ടത്തെ കീ ഫ്രെയിം നൈസായിട്ടൊന്ന് ബ്ലർ കുറച്ച് കൊടുക്കുക. അതേപോലെ മറ്റേ എൻഡിൻ്റെയും ബ്ലർ നിങ്ങൾ കുറച്ച് കൊടുക്കുക. എന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് റീപ്ലേസ് പോവുക. ഷെയ്ക്ക് സെലക്ട് ചെയ്യും. ഷെയ്ക്ക് എന്ന് സെർച്ച് ചെയ്യുക. ഈ ഷെയ്ക്കിൻ്റെ സ്പെല്ലിങ് തെറ്റാണ്. ഷെയ്ക്ക് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഈ ഒരു ഷെയ്ക്ക് കിട്ടും. അത് ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് പോയിട്ട് സ്പീഡും ഇതൊരു 10-ന് അടിക്ക് നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഓക്കെ, കണ്ടോ? ഇവിടെയാണ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഷെയ്ക്ക്. അത് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ ക്ലിപ്പുകൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത് നേരെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് മറ്റേ വൈറ്റ് ബോക്സിൻ്റെ അടിക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് കട്ടൗട്ട് ആനിമേഷൻ്റെ അടിയിൽ ഇത് കൊടുക്കാൻ പറ്റൂല, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽക്കും ഈ ഒരു വൈറ്റ് ബോക്സുകളുടെ ഇടയിലേക്ക് അതിൽക്കും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഇത് ആഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഭാഗങ്ങൾ കാണുമ്പോൾ ഓരോന്നും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വേറെയുള്ള ഭാഗത്തേക്കും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണുക പറഞ്ഞ മസ്റ്റ് കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഷെയ്ക്ക് എഫക്റ്റ് ഇപ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തു. ആ ഒരു ഭാഗം ഇപ്പോൾ നമ്മളവിടെ കഴിഞ്ഞു. ഇനി അടുത്തത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കട്ടൗട്ട് ആനിമേഷൻസ് കാര്യങ്ങളൊക്കെ ഇതേപോലെ വരുന്ന ഭാഗത്തേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഷെയ്ക്ക് എഫക്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വെക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്ന് നൈസായിട്ടൊന്ന് കൂട്ടി കൊടുക്കുക. 25 കിട്ടും. എന്നിട്ട് അത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നിങ്ങളൊരു കട്ടൗട്ട് ആനിമേഷൻസ് വരുന്ന ഭാഗത്തൊക്കെ ഇത് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി ഒരു കാണുമ്പോൾ ഒന്നുകൂടി രസമായിട്ടുള്ളൊരു ഫീൽ കിട്ടും. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഞാനിതൊക്കെ അതിൻ്റെ എല്ലാത്തിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഭാഗം ഇപ്പോൾ നമ്മൾ കൊടുക്കും. ആ ഒരു സെക്ഷൻ ഇപ്പോൾ നമ്മളവിടെ കഴിഞ്ഞു. അപ്പോൾ ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സെക്ഷൻ ഇപ്പോൾ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുമ്പോൾ സൗണ്ട് എഫക്ട്സ് ആണ്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ പല ക്രിയേറ്റേഴ്സും യൂസ് ചെയ്യുന്ന സൗണ്ട് എഫക്ട്സ് പറയുന്ന കറക്റ്റ് ഓരോന്നും ഇങ്ങനെ ആഡ് ചെയ്ത് കൊണ്ടുവരുന്നതല്ല. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ചില ക്രിയേറ്റേഴ്സ് ഉണ്ട്, അവരുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ടൈം ലൈൻ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് കണ്ടോ, ഒരു റീല് ക്രിയേറ്റ് ചെയ്തൊരു സെക്ഷനാണ്. കണ്ടോ? ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് ഒന്നും കൂടെ ഒരു ഓഡിയോ എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. വേറെ കാണിച്ചു തരാം. ഇപ്പൊ ഇതാ ഇങ്ങനത്തെ ക്ലിപ്സ് വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ സൗണ്ട് എഫക്ട്സ് ഇൻസ്റ്റാഗ്രാമിൽ അടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് ആയിട്ട് കിട്ടും. ഈ ഒരു മ്യൂസിക് ഇല്ലാതെ ഇതേമാതിരി ഈ ഒരു സൗണ്ട് എഫക്ട്സ് മാത്രം മിക്സ് ചെയ്തിട്ടുള്ള ഓഡിയോസ് ഉള്ള വീഡിയോ കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇതൊരു സൗണ്ട് എഫക്ട്സ് മിക്സ് ചെയ്യണത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ്
ഉപയോഗിക്കുക. അപ്പൊ ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പൊ ഇനി നിങ്ങൾക്ക് വേറെ കറക്റ്റ് ആയിട്ടുള്ള ഒന്നുകൂടി ക്വാളിറ്റി ആയിട്ടുള്ള, ഇത് ക്വാളിറ്റി ഇല്ല എന്നല്ല, നിങ്ങൾക്ക് ഒന്നുകൂടി ഇതേമാതിരി ഓരോ സൗണ്ട് എഫക്ട്സ് 1, 2, 3 അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ റേറ്റിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. സൗണ്ട് എഫക്ട്സ് കൊടുക്കുന്നുണ്ട്, മലയാളം ഫോൺസ് കൊടുക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ ലൈറ്ററും പ്രീസെറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ DM ചെയ്യുക എന്റെ വാട്സപ്പിൽ. അപ്പൊ ഞാനിതാ ഈ ഒരു ലാസ്റ്റ് സെക്ഷൻ, ഈ ഒരു ഭാഗത്തെ ആ ഒരു ഓഡിയോ നമ്മൾ ഇതിലേക്കാണ് കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് വേറെ പിന്നെ എക്സ്ട്രാ അതിലേക്ക് സൗണ്ട് എഫക്ട്സിന് ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യത്തിലേക്ക് വരില്ല. കാണിച്ചു തരാം. ഓഡിയോ എക്സ്ട്രാക്ട് പോയിട്ട് ഞാൻ ആ ഓഡിയോ എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ അതിലത്തെ ഒരു ഓഡിയോ ആക്കിയിട്ട് ഇവിടെ എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഈ എക്സ്ട്രാക്ട് ചെയ്തതിൽ ഇനി ഒരുപാട് സൗണ്ട് എഫക്ട്സ് മിക്സ് ചെയ്തിട്ട് വരുന്നത് എവിടെ നോക്കുക. ഓക്കെ, ഈ ഒരു ഭാഗത്തുണ്ട്. അപ്പൊ നമ്മളത് കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗം നമ്മളെ വീഡിയോന്റെ അടിയിൽ ഇട്ട് കൊടുക്കണം. അപ്പൊ ഇതൊരു എളുപ്പ വഴിയാണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും ഈ ഒരു വഴി യൂസ് ചെയ്ത് അപ്പൊ നിങ്ങൾക്ക് പിന്നെ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മറ്റേത് അവിടെ മനസ്സിലാവാതാവും. അപ്പോൾ ഇത് ഞാൻ എളുപ്പ വഴി നിങ്ങൾക്ക് പറഞ്ഞതാണ്. കാരണം ഒരുപാട് ബിഗിനേഴ്സ് ഉണ്ട് നമ്മൾ വീഡിയോസ് കാണുന്നവർ. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നോർമലി മറ്റേ ഓഡിയോസ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യണവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നീങ്ങുന്നുണ്ട്. കാരണം പിന്നെ നിങ്ങൾക്ക് അതൊരു മടിയാവും. അപ്പൊ നിങ്ങൾ അതിൽ തന്നെ പോയാൽ മതി. അപ്പോൾ ഇത് ബിഗിനേഴ്സിനുള്ള ഒരു സ്റ്റെപ്പാണ് പറഞ്ഞത്. കണ്ടോ, ആ ഒരു ഭാഗം അവിടെ കഴിഞ്ഞു. ഇപ്പൊ കണ്ടോ, ഒന്ന് നമ്മൾ ചെയ്ത് ജസ്റ്റ്. അപ്പോ ഇത് ഇപ്പൊ നമ്മൾ ചിലപ്പോ ഈ ഒരു ഓഡിയോ ആഡ് ചെയ്യുമ്പോൾ തന്നെ ചില ഭാഗത്ത് നമ്മൾ കൊടുത്ത ട്രാൻസിഷനിൽ ആ ഒരു സൗണ്ട് എഫക്ട്സ് കറക്റ്റ് അതിന്റെ അടിയിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ സൗണ്ട് എഫക്ട്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് 2-3 സൗണ്ട് എഫക്ട്സ് ഇതിലേക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന്റെ വോളിയം ഒന്ന് അപ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഓക്കെ, ഇപ്പൊ നമ്മൾ ആ ഒരു സൗണ്ട് എഫക്ട്സ് കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മളവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്തത് നമ്മൾ ക്ലിപ്സുകൾക്ക് ആഡ് ചെയ്ത് കൊടുത്തതിൽ ചില ക്ലിപ്സുകൾക്ക് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു ആനയുടെ ചങ്ങല ഭാഗത്ത് വരുമ്പോൾ ചങ്ങലയുടെ സൗണ്ട്, ബൈക്ക് വരുമ്പോൾ ബൈക്കിന്റെ ആ ഒരു എക്സോസ്റ്റിന്റെ സൗണ്ട്, അപ്പൊ അതേപോലത്തെ കുറച്ച് ഓഡിയോസ് കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി റിയാലിറ്റി ഫീൽ ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ അങ്ങനത്തെ സൗണ്ട്സ് ആഡ് ചെയ്യാണ്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പറയുന്നത് ഇതിന്റെ അടിയത്തെ സൗണ്ട് എഫക്ട്സ് പോയിട്ട് അതില് സാധനം ഉണ്ടോ ആദ്യം ചെക്ക് ചെയ്യുക. അപ്പൊ ചെയിന് നടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലുണ്ട് ചെയിൻ സൗണ്ട് എഫക്റ്റിൽ നമുക്കിപ്പോ ഒന്ന് കിട്ടി. നൈസായിട്ടൊന്ന് വോളിയം അപ്പ് ചെയ്ത് കണ്ടോ. ആ ഒരു സെക്ഷൻ കിട്ടി. സ്പ്ലിറ്റ് ചെയ്ത് ബാക്കി ഡിലീറ്റ് ചെയ്യുക. ഇനി ഇവിടെ ഒരു ആനയുടെ ഒരു മാലയുടെ ഒരു സെക്ഷൻ വരുന്നുണ്ട് ഈ ഭാഗം. അവിടെയും വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഇട്ടിട്ട് കൊടുക്കാം. രണ്ടും ഒരേ സൗണ്ട് വരുന്നുണ്ടല്ലേ, കുറച്ച് കട്ട് ചെയ്തിട്ട്. ഓക്കെ, അവിടെ കൊടുത്തു. ഇനി നിങ്ങൾക്ക് ചെറിയൊരു സ്പാർക്ക് എഫക്റ്റ് നിങ്ങളുടെ ആ ഒരു ചെയിനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓവർലേ പോയിട്ട് ആ ഒരു വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യുക. സ്റ്റാർട്ടിങ് സ്പാർക്ക് മതി നമുക്ക്. ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളയുക. സ്പ്ലേസ് പോവുക, ഫിൽറ്റർ എടുക്കുക. എന്നിട്ട് ആ ഒരു ആനയുടെ ചെയിനിന്റെ അവിടെ കൊണ്ടുപോയി വെക്കുക. കുറച്ച് ട്രാൻസ്ലേറ്റ്സ് കറക്റ്റത്തിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അപ്പൊ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഒരുപാട് മോഡൽസ് ആക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് എക്സ്ട്രാ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോയിൽ പിന്നെ തന്നെ ആവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെ മേക്ക് ചെയ്തെടുക്കാന്നുള്ളത്. അപ്പൊ ഞാൻ ഇനി ഈ ഒരു ബൈക്കിന്റെ സൗണ്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓഡിയോ സൗണ്ട് എഫക്ട്സ് പോവാ.
ഇതിലുണ്ടോ നോക്കുക. ഇനി അതല്ല, ഇനി നിങ്ങളുടെ വീഡിയോയിൽ തന്നെ അത് ഉണ്ട് വെച്ചാൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എക്സ്ട്രാക്ട് ഓഡിയോ കൊടുത്തിട്ട് സ്പീഡ് കൊടുത്തുകൊണ്ട് ആ ഓഡിയോയിൽ എന്തെങ്കിലും ക്രാഷ് കയറി ഉണ്ടാവും, അത് 1x നോക്കുക. ഓക്കെ, ഇനി ഈ ഒരു ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ പോപ്പറിന്റെ സൗണ്ട് എഫക്റ്റ് എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ആ പോപ്പറിന്റെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഷാർപ്പ് റേസറിന്റെ സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്യാം. അത് നിങ്ങൾ പല റീൽസിൽ കേട്ടൊരു സൗണ്ട് ആകാരം സാധനം, അത് നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ അത് നമ്മളവിടെ ആഡ് ചെയ്ത് ഇപ്പൊ ആ ഒരു കണ്ടോ. ഇനി അടുത്തത് മ്യൂസിക് ആഡ് ചെയ്യലാണ്. അപ്പൊ മ്യൂസിക് ആഡ് ചെയ്യാൻ പറയുന്ന, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഉദാഹരണത്തിന് റീൽ കാണിച്ചു തരാം. ഈ ഒരു റീല് കാണാൻ നിങ്ങൾക്ക് ചില ഭാഗത്തേക്ക് വരുമ്പോൾ പെട്ടെന്ന് അതിന്റെ ബോഡി ഒരു ഡീപ്പായിട്ട് ബോഡി ഇങ്ങനെ മൈനസ് ആയിട്ട് നിൽക്കുന്നത്, അത് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു. അപ്പൊ അതേപോലെ എങ്ങനെ മേക്ക് ചെയ്തെടുക്കാന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ആദ്യം നമുക്ക് ഓഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഓഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ഓഡിയോ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ട്രെൻഡ് ആയിട്ടുള്ള ഓഡിയോ കൂടിയാണത്. ഈ ഓഡിയോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇനി അടുത്തത് നമ്മൾ ഇനി ചെയ്യുന്നത് ആ ഒരു ഓഡിയോയിലേക്ക് കറക്റ്റ് നേരത്തെ നിങ്ങൾക്ക് കാണിച്ചെന്ന പോലെ എങ്ങനെയാണ് ഇടയിൽ ആ ഒരു ഓഡിയോയുടെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് പറയുന്നത് ഈ ഒരു ചെക്ക് ആൻഡ് ഡാൻസ് കളിക്കുന്ന സെക്ഷനിലെ ഓഡിയോ ഒന്ന് ലോ ആക്കി കൊടുക്കുകയാണ്. കറക്റ്റായ മ്യൂസിക് കറക്റ്റായ വീഡിയോക്ക് അനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക, വോയിസ് എഫക്റ്റ് പോവുക. ആദ്യം നമ്മുടെ ഇൻസ്റ്റാഗ്രാം ക്യാപ്കട്ടിൽ നമ്മൾ ലോ കൊടുത്തിരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതിനെ കറക്റ്റായിട്ട് ചെയ്യുന്നത് നമ്മുടെ പ്രീമിയറിലോ ആഫ്റ്ററിലൊക്കെ നമുക്കൊരു സൗണ്ട് ഉണ്ട്. ഇതിൽ ഒരു ലോ ആക്കി ലോ പാസ് എഫക്റ്റ് പറഞ്ഞിട്ടൊരു എഫക്റ്റ് ഉണ്ട് ഓഡിയോയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. അതാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് നല്ല പക്കായിട്ട് കിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ ക്യാപ്കട്ടിൽ അത്രക്ക് ഫിനിഷിംഗ് ഇല്ലെങ്കിലും ഇപ്പൊ ക്യാപ്കട്ടിൽ ആദ്യം നമ്മൾ യൂസ് ചെയ്തത് വിനില് മൈക്രോ ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മുടെ ക്യാപ്കട്ടിൽ ഒന്നും കൂടി ഒന്ന് നൈസ് ആയിട്ടുള്ള വന്നിട്ടുണ്ട്. ഡിസ്റ്റോർട്ടഡ് മൈക്ക് അല്ല, ഒരു ഇവിടെ ഉണ്ട് ലാസ്റ്റ് ഒരു ഔട്ട് എന്നുള്ള പേരിൽ ഒന്നുണ്ട്. ഈ ഒരു ഡ്രോൺഡ് ഔട്ട് എന്നുള്ള ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോക്കുക. പക്ഷെ ഇത് ചില ആൾക്കാരിൽ ഉണ്ടാവില്ല ഇടയ്ക്ക്. അപ്പൊ ഇത് ക്യാപ്കട്ട് പ്രോയിലുള്ളത് ഉണ്ടാവുക. അപ്പൊ അതാണ് പറഞ്ഞത്, ക്യാപ്കട്ട് വേണ്ടവർ DM ചെയ്യാം. അപ്പൊ ഞാനൊരു കട്ട് ചെയ്ത സെക്ഷൻ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വോയിസ് എഫക്റ്റ് ഡ്രോൺഡ് ഔട്ട്. അപ്പൊ ഇങ്ങനെയാണ് ആ ഒരു SFXന്റെ സൗണ്ട് മിക്സിങ്, സൗണ്ട് ആഡ് ചെയ്യണത് എങ്ങനെയാണെന്നും പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കട്ട് ഔട്ട് ആനിമേഷൻ വയ്ക്കുന്നതും പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ ടോട്ടൽ ഇപ്പൊ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു 90% ഇപ്പൊ ഈ SFXൽ ചെയ്യണ കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയൊരു ഭാഗത്തിൽ നമ്മളിപ്പോ കൊടുത്ത് കയറ്റിയിട്ടുണ്ട്. പിന്നെ അടുത്തത് ഇനിയിപ്പോ ഇതിൽ യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഈ ഒരു ഡയലോഗ് കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഡയലോഗ് കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഡയലോഗാണോ വേണ്ടത് നിങ്ങൾ നേരെ യൂട്യൂബിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നെ ആ ഡൗൺലോഡ് ഇതിലേക്ക് മ്യൂസിക് ആക്കിയിട്ട് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എവിടേക്കാണ് ആ ഒരു ഡയലോഗ്സ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അവിടെ നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള മ്യൂസിക്കിന്റെ നമ്മളിപ്പോൾ നേരത്തെ ഇതിന്റെ ഒരു വോളിയം കട്ട് ചെയ്ത് കൊടുത്ത പോലെ നിങ്ങൾ അതിന്റെ ഒരു മ്യൂസിക്കിന്റെ വോളിയം നൈസായിട്ട് കുറച്ച് കൊടുക്കുക. എന്നിട്ട് ഡയലോഗ്സിന്റെ വോളിയം നൈസായിട്ട് അപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതെങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഇപ്പൊ ഏകദേശം ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും SFX എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളത്. പിന്നെ നിങ്ങൾ ഓരോ ക്ലിപ്സുകൾ നിങ്ങളുടെ മ്യൂസിക്കിന്റെ ബീറ്റിനനുസരിച്ച് കറക്റ്റ് അറേഞ്ച് ചെയ്തിട്ട് പിന്നെ അതിനനുസരിച്ച് നിങ്ങൾ ട്രാൻസിഷൻ സൗണ്ട് എഫക്ട്സ് കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും SFXന്റെ ഈ ഒരു ട്രാൻസിഷൻസ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പൊ എനിക്ക് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ ഇതിലേക്ക് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോനെ കമന്റ് ചെയ്യുക വീഡിയോയിൽ. അപ്പൊ നമുക്ക് അതുകൂടി ഒരു വീഡിയോ അതിൽ ചെയ്യാം. അപ്പൊ വീഡിയോ യൂസ്ഫുൾ ആയി വീഡിയോ ലൈക്ക് ചെയ്തപ്പോൾ യൂസ്ഫുൾ ആയ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ മറ്റൊരു അടിപൊളി ട്യൂട്ടോറിയൽ വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, ബൈ.